അപ്പോൾ ഗൈസ് എല്ലാവർക്കും വേണ്ടി ശ്രേയസ്വയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇപ്പോൾ എല്ലാവരുടെയും സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയായിരിക്കും. ആ സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു വിഷമമായിരിക്കും. പഴയ ഫ്രണ്ട്സൊക്കെ ഈ സമയത്ത് കാണുമോ? പക്ഷെ ചിലവർക്കുണ്ട് ചാറ്റിങ് കാണും. കാരണം അവരുടെ അടുത്ത് പറയും, എടി നീ കണ്ടോ, ഈ ഡിവിഷൻ കണ്ടായിരുന്നോ, അത് കണ്ടായിരുന്നു, ഇത് കണ്ട. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ലടി കണ്ടില്ല, അല്ലെങ്കിൽ അതായിരുന്നു. അത് നമ്മൾ ചാറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ അതേമാതിരി ഒരു ഫ്രണ്ട് എനിക്കുണ്ട്, അലീസ. അപ്പോൾ അവള് ഇന്നലെ ഞാനെന്തോ അവളെന്താ മെസ്സേജ് അയച്ചു. അപ്പം ഞാനും അങ്ങോട്ടെന്തോ കൊടുത്തു. ചോദിച്ചു, നീ എവിടെ ആടി, എവിടെ പോയി, നീ ഇന്ന് എവിടെയും പോയായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെയും പോയില്ലടി. എവിടെ പോവാനാ, ശരിക്കും ഫ്ലവേഴ്സ് തന്നെയല്ലേ ഇരിപ്പ് എന്ന് പറഞ്ഞു. സോ സാഡ് എന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് അയച്ചത്. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെയൊക്കെയുള്ള പരിപാടികളെ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഒരടിയൊന്നും ഇല്ല, അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ചേച്ചിമാരാന്ന് മാത്രം. അതുകൊണ്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ താടിത്തല്ലി പോകുന്നു എന്ന് മാത്രം പറയാം. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വിഷമം കാണും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങളിപ്പോൾ ക്ലാസ്സിൽ വേണമെങ്കിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും, ആ ഫ്രണ്ട്സ് ഇല്ലല്ലോ, ഈ ഫ്രണ്ട്സ് ഇല്ലല്ലോ, മറ്റേ ഫ്രണ്ട്സ് ഇല്ല, അത് ഇത് എൻ്റെ പൊന്നേ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു, അത് സ്വാഭാവികമാണ്. നമ്മൾ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. മിസ്സുമാരല്ലേ മാറ്റും. കാരണം അവർ അവരുടെ അടുത്ത് മാത്രം മിണ്ടുന്നത്. ഇപ്പം നമ്മുടെ മിസ്സുമാരുടെ ഒരു കുഴപ്പമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രം ഞാൻ ഇപ്പം മിണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് മിണ്ടുന്ന മിസ്സുമാർ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ആ മിസ്സുമാർ അവരെ അങ്ങ് മാറ്റി. നമ്മുടെ കൂടെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരെ അങ്ങ് മാറ്റും. പിന്നെ എന്തോ കാര്യം സാധിക്കാനാടേ. അതുകൊണ്ട് എനിക്കൊക്കെ വിഷമം. ഞാൻ അങ്ങനെ പഴയ ക്ലാസ്സിലൊക്കെ ഉള്ള കുറേ പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ഉമ്മ.